നിങ്ങളുടെ ആ സോമനില്ലേ, അയാള് നമ്മുടെ ഒരു പഴയ പാർട്ടിക്കാരനായിരുന്നു. അയാളിപ്പോ മാനസികമായിട്ട് തകർന്ന് നടക്കുക, പാവം. അയാൾക്ക് നിന്റെ അച്ഛൻ കൊടുക്കാനുള്ള ആ പണം ഞാൻ തരാം. മനോജ് മാത്രമേ വന്നിട്ടുള്ളൂ, ഹരിതയില്ല. ഹരിത എവിടെ? എന്തിനാ അവളുടെ കാര്യം തിരക്കുന്നത്? രണ്ടാളും ഒരുമിച്ച് ഇറങ്ങിപ്പോയിട്ട് ഒരാള് മാത്രം തിരികെ വരുമ്പോ ചോദിക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയല്ലേ? ഓ, മര്യാദ. മര്യാദയുടെ കാര്യമൊന്നും ഏട്ടത്തി എന്നോട് എഴുന്നള്ളിക്കണ്ട. ഈ വീട്ടിൽ കുറുപ്പിന്റെ മകൾ ഹരിതയ്ക്ക് മര്യാദയില്ല, എന്നാ കുറുപ്പിന്റെ മകൻ ജഗന് മര്യാദ കിട്ടണം. ഇതിന്റെ പേര് മര്യാദ എന്നല്ല, മര്യാദ കേടെന്ന. മനോജെ, നീ ഈ വീട്ടിൽ നിന്ന് ഗർഭിണിയായ ഒരു പെണ്ണിനെയും കൊണ്ട് ഇറങ്ങിപ്പോയതാ. തിരിച്ചു വന്നത് ഒറ്റയ്ക്ക്. അവൾ എവിടെ പോയെന്നാ അറിയേണ്ടത്. ഗർഭിണിയായ പെണ്ണ്, അതാണല്ലോ ഇവിടുത്തെ എല്ലാവർക്കും പ്രശ്നം. ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ നിങ്ങൾക്ക് എന്തു ഗുണമാ കിട്ടാൻ പോകുന്നത്? മനോജെ, നിന്റെ കുഞ്ഞിനെ ആരില്ലാതാക്കാൻ നോക്കുന്നെന്നാ നീ പറയുന്നത്? ആരുടെങ്കിലും വാക്ക് കേട്ട് നെറികേട് വിളിച്ച് പറയരുത്. ആദ്യത്തെ കുഞ്ഞിനെ ഹരിതയുടെ വയറ്റി വെച്ച് കൊന്നതിന് ഏട്ടത്തി എന്ത് പേരിട്ട് വിളിക്കും? മാഹാത്മ്യം എന്നോ? മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ ചിലപ്പോ ദൈവം പോലും സഹിക്കില്ല. അമ്മേ, ഹരിത എവിടെ പോയി എന്നറിഞ്ഞാ മതി. ഹരിത ഇനി ഇവിടേക്ക് വരില്ല. അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. കാരണം ഈ വീട്ടിൽ വെച്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല. സങ്കടപ്പെടണ്ട. നമ്മൾ കാണുന്നത് പോലെ മറ്റുള്ളവർ കാണണമെന്നില്ലല്ലോ. എന്നാലും മോളെ, മനസ്സ് നന്നായിട്ട് നൊന്തു. മനോജിനെ വയറ്റിൽ ചുമക്കുമ്പോ എത്ര ചവിട്ട് കിട്ടിയിട്ടുണ്ടാവും അമ്മയ്ക്ക്. മക്കളുടെ ഏത് തെറ്റും പൊറുക്കാൻ അമ്മമാർക്ക് അത് മാത്രം പോരെ. പത്തു മാസം ചുവന്നതിന്റെ കണക്ക് പറയാനില്ലാത്ത ഈ അച്ഛന്റെ ചങ്കിലെ പടപെടപ്പൊന്നു മാറാൻ എന്തെങ്കിലും ഒരു ഉദാഹരണം ഉണ്ടോ മോളെ നിന്റെ മനസ്സില്? ഇല്ല അല്ലേ? സാരമില്ല.
ഹലോ. എന്താ പ്രകാശ, നിന്റെ ശബ്ദത്തിനൊരു ഇടർച്ച? സാറേ, സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ദയവേത് ഇനി എന്നെ ഉപദ്രവിക്കരുത്. അതേ പ്രകാശ, ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് ഉപദ്രവിക്കാനല്ല, സഹായിക്കാനാ. അതെ, ഒരു കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുഴിയും വേണമല്ലോ. എന്താ ശരിയല്ലേ? മനസ്സിലായില്ല. പ്രകാശ, നിന്റെ അനുജൻ എന്റെ പുനാര മരുമകൻ നിന്റെ തന്ത മാധവൻ നായരുടെ പണം അടിച്ചു മാറ്റി. വല്ലഭന് പുല്ലുമായുധമെന്ന് വച്ച് നീ അതും ആയുധമാക്കി മാറ്റി കളിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ നീ ചെലവാക്കാൻ എടുത്തു വച്ച 4-5 ലക്ഷം രൂപ നിന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമടാ. അത് ആരും കാണാതെ നീ എവിടെ പൂഴ്ത്തി വച്ചിരിക്കുന്നു എന്നറിയാൻ വിളിച്ചതല്ല ഞാൻ. നിങ്ങളുടെ ആ സോമനില്ലേ, അയാള് നമ്മുടെ ഒരു പഴയ പാർട്ടിക്കാരനായിരുന്നു. അയാളിപ്പോ മാനസികമായിട്ട് തകർന്ന് നടക്കുക, പാവം. അയാൾക്ക് നിന്റെ അച്ഛൻ കൊടുക്കാനുള്ള ആ പണം ഞാൻ തരാം. നിന്റെ അച്ഛൻ ഭയങ്കര അഭിമാനിയാ, അതുകൊണ്ട് അയാൾ അതിന് തയ്യാറാവില്ല. പിന്നെ ആ പണം 15 ലക്ഷം രൂപ നിനക്ക് തരാമെന്ന് വച്ചാ നീ അതിൽ നിന്ന് വലിക്കാൻ നോക്കും. അതുകൊണ്ട് നീ ഒരു സഹായം ചെയ്തു തന്നാൽ മാത്രം മതി. സോമനെ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ എത്തിക്കണം. പ്രകാശ സോമനോട് പറഞ്ഞ സോമൻ വരില്ല. അയാള് മാധവൻ നായരുടെ അതേ അച്ചിൽ വാർത്ത അഭിമാനിയാ. ഞാൻ സോമനും പഴയ സമരമുഖങ്ങളായതുകൊണ്ട് നേരിട്ട് പറഞ്ഞ നിരസിക്കില്ല. സാറേ, അങ്ങനെ ചെയ്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. ഓക്കെ 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 എനിക്കിന്ന് 100 കൂട്ടം പരിപാടികളാ. ഇപ്പോഴും ഫോൺ എടുക്കാൻ പറ്റിയൊന്നും വരില്ല. ഓക്കെ സാർ. സോമനങ്ങളിനെ എവിടെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊണ്ടുവന്നോളാം. ശരി സാർ. അവൻ ചത്തു.